തലയിനയല്ലേ, അപ്പൊ അലൈനയുടെ അമ്മയാവും. ഭർത്താവിനെ പോലെ വല്ല ജാടപ്പാട്ടിയാണോ ആവോ. എന്തായാലും അങ്ങോട്ട് കയറി ഞാൻ മിണ്ടാൻ നിക്കണില്ല. മിണ്ടിയിട്ട് അവസാനം ചമ്മാൻ ഇടയാവരുതല്ലോ. ഒരിക്കൽ ഇവിടെ വീട്ടിൽ പോയി അനുഭവിച്ചതല്ലേ. ആന്റി, ഈ ആന്റി എന്താ കണ്ടിട്ട് മിണ്ടാത്ത അമ്മ? വീട്ടിൽ വന്നപ്പോ ആന്റി സംസാരിച്ചൂലോ. അപ്പൊ ഇതായിരിക്കും നേരത്തെ വന്നാളിന്റെ വൈഫ് അല്ലേ? ആയിരിക്കും, അതാ മുഖത്തൊരു പരിഭവം. ഹലോ, എന്താ പേര്? എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഭർത്താവിനെ പോലെ അല്ലാന്ന് തോന്നണു. എന്റെ പേര് കല്യാണി. എന്നിട്ട് പേര്? ഞാൻ അനന്യ. നീയാന്ന് വിളിക്കും. ഓക്കെ, രണ്ടും നല്ല പേരാട്ടാ. അല്ല, കുട്ടിയോളില്ലേ? ഞങ്ങളുടെ നെയ്ബർ മോളുടെ ക്ലാസ് ടീച്ചറാണ്. അപ്പൊ പുള്ളിക്കാരത്തിന്റെ വീട്ടിലാണ്. പഠിക്കുവാ? അല്ല മോളെ, അവിടെ കുറെ താറാക്കുഞ്ഞുങ്ങളുണ്ട്, അവരെ കാണാൻ പോയതാണ്. അമ്മേ, എനിക്കും താറാക്കുഞ്ഞുങ്ങളെ കാണാൻ പോണം. അമ്മ അതിനവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ മോളെ. അത് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്താട്ടാ. ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ല, ലേറ്റ് ആയാലേ ചിലപ്പോ ഹസ്ബൻഡ് വരും. ഞങ്ങൾ വരുമ്പോ അവിടെ മൂപ്പർക്ക് കാണണേ. ഓ ഓക്കെ ഓക്കെ. പുള്ളി വരുന്നതിന് മുമ്പ് കുറച്ച് പച്ചക്കറിയും പലവ്യഞ്ജനമൊക്കെ വാങ്ങാന്ന് വെച്ചു. കാണുന്ന മാർജിൻ ഫ്രീ ഇല്ലേ, അത് തന്നെയാണ്. അങ്ങടേക്ക് നടന്നോളൂ. നാളെ ഞങ്ങൾ വീട്ടിലേക്ക് വരാട്ടാ. ഓ സന്തോഷം. അപ്പോ ഞങ്ങൾ അങ്ങടേക്ക് ചെല്ലട്ടെ. ചെന്നോളൂ. നാളെ മഞ്ജു ഐഷും കാണുമോ? പൂവല്ല മോളെ, കാണും. ശരി മോളെ. ഇത് വലിയ മാർജിൻ ഫ്രീ ആണല്ലോടാ. ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഇത്രയും വലുത് പ്രതീക്ഷിച്ചില്ലാട്ടാ. എനിക്ക് ഇഷ്ടായി അമ്മേ. അതെന്താന്ന് എനിക്കറിയാം. വരുന്ന വഴിക്ക് ചോക്ലേറ്റിന്റെ വലിയൊരു ഷെൽഫ് കണ്ടു. അതല്ലേ നിന്റെ ഇഷ്ടം? മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് നിന്നെ അറിഞ്ഞൂടെ കള്ളക്കുട്ടി? അല്ല, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്, ഞാൻ എത്തി. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതല്ലേ ഉള്ളൂ. അതേലോ. അപ്പൊ താങ്കളായിരുന്നു ഈ കടയുടെ ഓണർ? അതേലോ. അല്ല, എന്നിട്ട് പറഞ്ഞില്ല. പിന്നെ വൈഫിനെ ഞാൻ കണ്ടു, പുള്ളിക്കാരത്തെയും പറഞ്ഞിട്ടില്ല. ഇതിലിപ്പോ എന്താ പറയാനിരിക്കണേ? എന്തായാലും നന്നായി. അമ്മേ, ചോക്ലേറ്റ്. മോളെന്താ പറയണേ? അത് കുറുക്കന്റെ കണ്ണ് കോഴിക്കുട്ടിന്ന് പറയണ മാതിരി എവിടെ ചെന്നാലും ചോക്ലേറ്റിലും ഐസ്ക്രീമിലും ആവും അവളുടെ കണ്ണ്. കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണെന്നേ. ഇവിടെ വന്നപ്പോ ഞാൻ ആലോചിച്ചു, ഇത്രയും വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടല്ലോന്ന്. ഇപ്പൊ കാര്യം പിടികിട്ടിട്ടാ. അതെ അതെ, കുട്ടികളുടെ മനഃശാസ്ത്രം അറിഞ്ഞു വാങ്ങണേണ്. ഇന്നെന്തായാലും വന്ന ദിവസല്ലേ, ഞങ്ങളൊരു നല്ല പർച്ചേസ് കഴിഞ്ഞിട്ടേ പോണുള്ളൂട്ടാ. വളരെ സന്തോഷം. അല്ല, മോളെ സ്കൂളിൽ ചേർക്കണ്ടേ? ചേർക്കണം. ഹസ്ബൻഡ് ചെയ്യുമായിരിക്കും അല്ലേ? അത് പുള്ളിക്ക് കുറച്ച് തിരക്കുള്ള ആളല്ലേ, അപ്പൊ ഞാൻ തന്നെ ഇറങ്ങാം. അല്ല, എനിക്ക് ഇവിടൊക്കെ ഇഷ്ടായോ? ഇഷ്ടായി അങ്കിൾ. എന്നാ മോൾക്ക് ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് എടുത്തോളൂ. ആദ്യമായിട്ട് വരണേയല്ലേ, ഇന്ന് അങ്കിളിന്റെ വക ഫ്രീ. അയ്യോ, അതൊന്നും വേണ്ടാട്ടാ. എന്റെ പൊന്നു പെങ്ങളെ, എന്റെ കുട്ടികൾക്ക് കൊടുത്തത് പോലെ കൊടുത്തു എന്ന് വിചാരിച്ചാ മതി. എന്താ പെന്നെ വിളിച്ചേ? പെങ്ങളേന്ന്. അയ്യോ, കണ്ണ് നനഞ്ഞൂലോ. വിരോധായോ വിളിച്ചത്? ഇല്ല, സന്തോഷായി. ഞാൻ പോയി സാധനം എടുക്കട്ടെട്ടാ. വാ മോളെ. അല്ല, പെങ്ങളേന്ന് വിളിച്ചപ്പോ ഇവരെന്തിനാ കരയണത്? ഇനി ആങ്ങളെ വല്ല ഓർമ്മ വന്നോ ആവോ? എന്തേലും ആയിക്കൊണ്ട് പോട്ടെ. കുഞ്ഞിക്കാട്ടു സബ്സ്ക്രൈബ് ചെയ്ത് കാണണേട്ടാ. പിന്നെ ആർക്കെങ്കിലും ഇൻസ്പെക്ടറുടെ പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ആയിക്കോളൂ. അടുത്ത എപ്പിസോഡിലെ കഥാപാത്രം വരുന്നുള്ളൂ. അപ്പൊ നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ നറുക്കെടുക്കൂട്ടാ. ഹായ് പറയാനുള്ളവരൊക്കെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ആ പേരൂടി ചിലപ്പോൾ ഞങ്ങൾ നറുക്കെടുത്തുന്നിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വില്ലൻ കഥാപാത്രത്തിന് സ്വന്തം പേരാവരുത് കേട്ടാ.